ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ്. നമ്മളിപ്പോ എങ്ങോട്ടാ ഋഷി പോകുന്നത്? ഇടുക്കി. ഓക്കെ, അപ്പൊ ഋഷി കയറിയിരുന്നോ? അഭിജിത്ത് ബ്രോ. യെസ് ബ്രോ. ഇന്ന് ഞാൻ പുറകിലിരിക്കുകയാണ്. ഇന്ന് ശ്വേതയാണ് മുമ്പിൽ ഇരിക്കുന്നത്. കാരണം ഇപ്പൊ ഉച്ച കഴിഞ്ഞു. ഇനിയിപ്പോ ശ്വേത പുറകിരുന്ന പറഞ്ഞിട്ട് ഉറങ്ങും. സോ വി ഡോണ്ട് വാണ്ട് ഹർ ടു സ്ലീപ്. സോ ദാറ്റ്സ് വാട്ട്. എന്താ മറ്റേ ഞാൻ അപ്പനും മോനും കൂടെ ഒന്ന് ഇരിക്കട്ടെ. ഞാൻ ഉറങ്ങത്തൊന്നുമില്ല. ലെറ്റ് മീ സിറ്റ് വിത്ത് മൈ സൺ. ഞങ്ങള് തെങ്കാശിന്ന് നേരെ കോഴഞ്ചേരി വീട്ടിൽ വന്ന് അവിടെ നിന്ന് അപ്പനെ അമ്മേനെ പിക്ക് ചെയ്ത് കോഴഞ്ചേരി വീട്ടിലെ പെയിന്റിംഗ് ഒക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇവരിവിടെ എറണാകുളത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വിട്ടു. എന്നിട്ടാണ് നമ്മളിപ്പോ ഇനി ഇടുക്കിക്ക് പോകുന്നത്. ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ്. ഇവിടെ ഈ കാണുന്ന ഫുട്പാത്തില് ഇത് ശരിക്കും സ്പീഡ് ബ്രേക്കർ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഫുട്പാത്തിൽ സ്പീഡ് ബ്രേക്കർ വെച്ചിരിക്കുന്നത്? അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും. അപ്പോൾ ഈ തിരക്കിനിടയിൽ ഈ 2 വീലേഴ്സ് ഓടിക്കുന്ന ആൾക്കാർ ഈ ഫുട്പാത്തിൽ കൂടെ ഓടിക്കും. അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റിലേക്ക് ആൾക്കാർ കയറുമ്പോഴും നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ലൈക്ക് നേരെ വണ്ടി വന്ന് ഇവിടെ വന്ന് കാറിലോട്ട് ഇടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പീഡ് ബ്രേക്കർ വെപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നതാണ്. ഒന്നാലോചിച്ചേക്ക്, ഫുട്പാത്തിൽ വരെ നമുക്ക് സ്പീഡ് ബ്രേക്കർ വെക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് പോലും ഇതിന്റെ മുകളിൽ കൂടെ ബൈക്കേഴ്സ് വണ്ടി ഓടിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. ആരും നിർത്തി തരുമൊന്നുമില്ല, നമ്മൾ എടുത്തോണ്ട് പോകണം. വാങ്ങിയോ? അവിടെ തന്നെ വെച്ചാ മതി, ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് സേഫ് അല്ല. ഓ ആ പറ കേട്ടോ ഗൈസ്, പറയുന്ന കേട്ടോ. അപ്പ ഋഷിയുടെ വീഡിയോ എടുക്കുന്നു. ആ പറ. ചേച്ചിയുടെ പേര് എനിക്ക് അറിയത്തില്ല, നമുക്ക് മറന്നുപോയി. അവിടെ ഒരു ചേച്ചിയും 2 ചേട്ടന്മാരും ഉണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടോ? അപ്പാ ഋഷിയുടെ വീഡിയോ എടുക്കും, ഞാൻ പറയട്ടെ എന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ആശൻ വരാന്നൊക്കെ പറയുന്നു. ഡയലോഗ് ഡെലിവറി. ഓ ഓ അപ്പാ എന്താ അപ്പാ പറ. ആ വിവേക് ദിബ്രുഗഡ് എത്തിയോ? ഇനി വിവേക് എന്ന് പറഞ്ഞ് മിണ്ടി ഇടിക്കും ഞാൻ. നിന്നെ അടിക്കും കേട്ടോ ഞാൻ. നിനക്കൊന്നും അറിയത്തില്ല. പേഷ്യൻസ് ടുഡേ ആൻഡ് എന്താ പറയാ കംഫർട്ട് ടുമോറോ. നമ്മുടെ കൊച്ചി മെട്രോയുടെ പിങ്ക് ലൈൻ ഇൻഫോ പാർക്കിലേക്കുള്ള കാക്കനാട്ടിലേക്കുള്ള പിങ്ക് ലൈനിന്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ മൊത്തം കട്ട ബ്ലോക്കാണ് ഗൈസ്. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ വഴിയെ പോകാൻ പറ്റുള്ളൂ. കട്ട ബ്ലോക്കാണ്. അങ്ങനെ നമ്മൾ കിഴക്കമ്പലം എത്തിയപ്പോഴത്തേക്കിനും മഴ പെയ്തു ഗൈസ്. നമ്മളങ്ങനെ മൂവാറ്റുപുഴ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും മഴ പെയ്തിരിക്കുകയാണ്. ഒരു ചായക്കട കിട്ടുമോ? ഒരു ചായയും ബജിയും. എനിക്ക് ഉള്ളിവട വേണം, ഉള്ളിവട. ശ്വേത ഒരു ചായക്കട കണ്ടുപിടിക്കൂ പ്ലീസ് പ്ലീസ്. നീ ഇങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാ പിന്നെ എങ്ങനെ കാണാനാ? എവിടെ പതുക്കെ പോ, എന്നല്ലേ കാണുള്ളൂ. പതുക്കെ പോ. ഞങ്ങളൊരു ചായക്കട തപ്പി കുറെ നേരമായി. ഒരു ചായയും ബജിയൊക്കെ കിട്ടുന്നൊരു കട. എല്ലായിടത്തും കള്ള് ഷാപ്പുണ്ട്, പക്ഷെ ചായക്കടനെക്കാട്ടി കൂടുതൽ ഷവർമ്മ കടയാണ്. എവിടെ നോക്കിയാലും ഷവർമ്മയും അൽഫാമും മന്തി, അതാണ് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടാനുള്ളത്. എനിക്ക് തോന്നുന്നു ചായക്കടനെക്കാട്ടി കൂടുതലാണെന്ന് തോന്നുന്നു. നല്ല മഴക്കാരൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞാനിന്ന് താമസിക്കുന്നത്. ബോബിറ്റ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അവിടെ അടിപൊളി ഒരു നല്ലൊരു കിടുക്കാച്ചി ലൊക്കേഷനിലാണ് പുള്ളിയുടെ വീട്. എത്തിയോ? നീ ഭയങ്കര സ്ലോ ആട്ടോ, ഒരു ചായക്കട പോലും കണ്ടുപിടിച്ചില്ല. ഇനിയിപ്പോ നമുക്ക് ബോബിന്റെ വീട്ടിൽ പോയി ചായ പിടിക്കാം. ഋഷ ഗുഡ് മോർണിംഗ്. ഉറക്കെല്ലാം കഴിഞ്ഞോ? നമ്മൾ എവിടെത്തിന്നറിയോ? എവിടെത്തി? ഞങ്ങൾ ഉറങ്ങി എണീറ്റ് നൈസായിട്ട്. ഇവിടത്തെയൊക്കെ വീടുകളൊക്കെ കണ്ടാൽ തന്നെ കൊതിയാവും. എല്ലാം അടിപൊളി വീടുകളായിരിക്കും. ശ്വേത നല്ല അടിപൊളി ആൽക്കഹോളിക് വെതർ. ശ്വേത ഇവിടെ ആദ്യമായിട്ടല്ലേ വരുന്നേ? ഈ വീട്ടിൽ ആദ്യമായിട്ടാണ്. നമ്മള് മറ്റേ വീട്ടിൽ പോയിട്ടുണ്ട്, ഇവരുടെ പഴയ തറവാട്ടിൽ പോയിട്ടുണ്ട്. അതെ അതെ അതെ, അടിപൊളി വീടല്ലേ? എത്ര റൂം ഉണ്ടല്ലോ, എന്താ അടിപൊളി വീടല്ലേ അത്. അതൊരു കൊട്ടാരോ, കിഡിലെ ലൊക്കേഷന്. ഞാൻ ഡ്രോൺ പറത്തി കാണിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. മഴ നിന്നിട്ടില്ലേ, രാവിലെ വല്ല ഒരു കിഡിലൻ ഹോം സ്റ്റേ ആക്കാൻ പറ്റിയ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. ഇതന്നെ വീട്. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും വെള്ളം പോകുന്നു. ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങി അല്ലേ? വെള്ളം പോകുന്ന കണ്ടോ? പിടിച്ചു നിർത്താൻ പറ്റുമോ വെള്ളത്തിനെ? ഇല്ലല്ലോ. ഋഷിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? അടിപൊളിയല്ലേ സ്ഥലം?
കിടില സ്ഥലമല്ലേ. എന്താ ഋഷി? ഇതാണ് വൈബ്, ഇവിടെ നിന്നുള്ള വ്യൂ അല്ലേ. നല്ല പച്ച വ്യൂ, അടിപൊളി. നമ്മുടെ ഇന്നത്തെ ഹോസ്റ്റ് ബോബിത് സാർ. താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് us today. കഴിഞ്ഞ ദിവസം വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബേഴ്സിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ. ഞങ്ങൾ നാളെ രാവിലെ പൊക്കോളാം കേട്ടോ, ഞങ്ങൾ നിങ്ങളെ ശല്യാവൂല കേട്ടോ. Stay with local. ഞങ്ങളപ്പോ ഡിന്നർ ചേച്ചി ഉണ്ടാക്കിയ ഫുഡാണ്. ഗീ റൈസ്, പിന്നെ പനീർ, ചിക്കൻ ഉണ്ട്, അച്ചാറുണ്ട്, സലാഡുണ്ട്, ചപ്പാത്തി ഉണ്ട്. 3 പിള്ളേരവിടെ പുറയിലുണ്ട്. കാര്യങ്ങളെ കാണിക്കും. 3 പിള്ളേരവിടെ പുറയിലുണ്ട്. ഇരിക്കാണോ? നമുക്ക് ഇവിടെ ഇരിക്കാം. ഒരുമിച്ചിരിക്കാം. നമുക്ക് ഇവിടെ ഇരിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ഇരുന്ന് കഴിക്കാം. അതല്ല രസം. ചേട്ടൻ കാർ വരയ്ക്കുവാണോ? ഋഷി എന്താ ചെയ്യുന്നത്? ഋഷി കാർ വരയ്ക്കുന്നുണ്ടോ? ഓക്കെ, ശരി ശരി. എവിടെ അപ്പ വീഡിയോ എടുക്ക് കേട്ടോ. ശരി, കേട്ടല്ലോ നീ. എന്താണ്? ഇതാണോ ബാത്റൂം? ഇതാണ് ഷവർ ഏരിയ. ഓക്കെ, പിന്നെ ഇതാണ് ടോയ്ലറ്റ്. ഇനി എന്താ? നമ്മുടെ റൂം. ഓക്കെ, അലമാരി ഉണ്ട്, തുറക്കണ്ട കേട്ടോ. ഓക്കെ, ഇപ്പൊ പരിപാടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതായത് അപ്പാ ക്യാമറ ഓൺ ആക്ക്. ഋഷി പറയട്ടെ, അടച്ചിട്ട്. ഓക്കെ, പറഞ്ഞോണ്ട് ഞാൻ ക്യാമറമാനാണ് കേസ് ഇപ്പൊ. ഓക്കെ, ഉറങ്ങാം. അപ്പാ ഋഷിക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ഇഡ്ഡലിയാണോ? എന്ത് വേണം? എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇത് രാവിലെ ഹോട്ടലിൽ മറ്റേ ബൊഫെ ഉണ്ടാക്കുന്ന പോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ രാവിലെ. ഇഡ്ഡലി, മാങ്ങ, ചപ്പാത്തി, പിന്നെ ഇത് ചിക്കൻ കറിയാ? ചിക്കൻ കറി, ചമ്മന്തി, ദോശ, പഴം. വാവ്, ആണോ? ബാബു ആരാ? ഏതാ ബാബു? ഏത് ബാബു? നിന്റെ പേര് ബാബു എന്നാണോ? ശരി. അടുത്ത പുസ്തകം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പുസ്തകവും കൂടെ ഉടനെ സോറി ജോസഫാണോ? ഓക്കെ, ചാമ്പയ്ക്ക പറിക്കണ്ടേ? അപ്പൊ ആ ചാമ്പയ്ക്ക പറിക്കാം. അപ്പൊ നമ്മൾ ബോബിറ്റിന്റെ തോട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ബോബിറ്റിന്റെ തോട്ടത്തിൽ ഇത് മറ്റേ പനിനീർ ചാമ്പയാണോ? ഇത് പനിനീർ അല്ല, ഒരു ബെൽ ചാമ്പ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ചാമ്പയാണ്. ശരിക്കും ബോബിറ്റിന്റെ അനിയത്തിയാണ് യഥാർത്ഥ കൃഷിക്കാരി. നമ്മൾ ഇനിയിപ്പോ അവിടേക്കാണ് പോകുന്നത്. അനിയത്തി കൃഷി ചെയ്യുമ്പം ചേട്ടൻ കുറച്ചെങ്കിലും ചെയ്യണ്ടേ അല്ലേ? അപ്പൊ ആ ചേട്ടൻ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇവിടെ ഈ നിൽക്കുന്നതൊക്കെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും പരിപാടികളൊക്കെയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ചേട്ടാ കൃഷി ചാമ്പയ്ക്ക്. അതെ, നോക്കണേ. അപ്പൊ പുഴു വല്ലോണ്ടോ നോക്കിട്ട് വരാം. ഓർഗാനിക്കാണോ? അതൊക്കെ ഓർഗാനിക് എല്ലാം. അല്ലേ, എന്നാ ഋഷി കഴിച്ചോ. ഇത് ഇച്ചിരി ഉപ്പും മുളകും ഒക്കെ ചേർത്ത് അടിക്കണം അല്ലേ? ഉപ്പും മുളകും മുക്കി ഞം ഞം പറഞ്ഞു കഴിക്കണം. ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് പൂവുണ്ടായി വന്ന പൂവുണ്ടായി ഉണ്ടോ? ഇതിപ്പോ പൂവുണ്ടായി തുടങ്ങി. ഇതൊരു 2-3 ആഴ്ച ആകുമ്പോഴത്തേക്കും ഇത് നല്ല അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് ആയിട്ട് മാറും. ഇത് റെഡ് അല്ലേ ഡ്രാഗൺ ഫ്രൂട്ട്? ശരിക്കും വളരെ നല്ല ഒരു കൃഷി, എന്താ പറയാ, സോഴ്സ് ഓഫ് ഇൻകം തരുന്ന സാധനമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുന്ന ചെടി. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാക്ടസ് പോലിരിക്കും. എനിക്കൊന്ന് കാക്ടസിന്റെ മുള്ളുണ്ട് കേട്ടോ. കാക്ടസിന്റെ ഒരു മറ്റൊരു സെയിം ഇതുള്ള സാധനമാണ് തോന്നുന്നു. ലെമണാണോ? ലെമൺ സീഡ്ലെസ് ലെമൺ എന്ന് പറയും. ഇത് പറിക്കാറായി. ഇത് പഴുത്ത് കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ വെള്ളം ഉണ്ടാക്കുന്ന നാരങ്ങയാണോ? വെള്ളം ഉണ്ടാക്കാം. അതോ ഈ പുറത്തൊക്കെ കിട്ടുന്ന ലെമണാണോ? ലെമൺ ആണ് നമുക്ക് ജ്യൂസും യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്ത് ലെമണാ ചെയ്താ?
അതൊക്കെ ഇതിനെ പറ്റിയൊക്കെ അറിയാം. ലെമൺ ലെമൺ അല്ലേ? ലെമൺ അല്ല, ലൈം എന്ന് പറയുന്നത് നമ്മുടെ ചെറുനാരങ്ങ. ചെറുനാരങ്ങ. ലെമൺ വേണോ? ഞങ്ങൾ ലെമൺ ഉണ്ടാവണം. ഞങ്ങൾ ഇതൊക്കെ വേണേ കടിച്ചു പറിച്ച് തിന്നും. എന്നാ ഞങ്ങക്ക് അത് അവൻ ഇഷ്ടമാണ്. അവൻ കടിച്ചു പറിച്ച് തിന്നുന്ന ആളാണ്, ലെമണിന്റെ ആളാണ്. വേനൽ ചക്ക വേരേലും കായ്ക്കും എന്ന് പറയുന്ന പഴഞ്ചൊല്ലിനെ അർത്ഥമാക്കിക്കൊണ്ട് ഇവിടെ ചക്ക വേരിൽ കാച്ചു നിൽക്കുകയാണ്. ഇത് വരിക്കയാണോ? അല്ല, അത് വിയറ്റ്നാം വരിക്ക പോലത്തെ ഒരു ചക്കയാണത്. നല്ല മധുരമുള്ള സാധനം. ഓ എന്താടാ? പേരക്ക ബാ എടുക്കാം. ബാ ഇത് വേണോ? നാരങ്ങ പിടിച്ചോ. ലെമൺ. അതേ നിൽക്കുന്നു. ആരാ ഇതെല്ലാം അപ്പൊ അങ്ങനെ പറിക്കല്ലേ പതുക്കെ. നമ്മള് ഫ്രൂട്ട്സ് പറിക്കുമ്പോ മരത്തിന് പോലും വേദനിക്കാൻ പാടില്ല. ഫ്രൂട്ട്സ് പറിക്കുമ്പോ മരത്തിന് പോലും വേദനിക്കാൻ പാടില്ല അല്ലേ? ആ അത് പറിച്ചു കഴിഞ്ഞാൽ കമ്പൊക്കെ ഒടിച്ചു കളയുന്ന രീതിയില്ല അശ്വേത പറയുന്നത്. നമ്മള് ഇവിടുത്തെ എല്ലാ പഴങ്ങളിൽ നിന്നും ഓരോ പഴം നമുക്ക് പറിച്ചെടുക്കുന്നതാണ് അല്ലേ? ചക്ക പറിക്കണോ? ചക്ക പറിക്കണോ? അതേ മൾബറി. ഇതാണ് മൾബറി. ഇത് ഇങ്ങനെ എന്താ പറയാ എടുത്ത് ഓ അടിപൊളി. പക്ഷെ ഇന്നാടാ മൾബറി വേണോ? ആ നീ കഴിക്കണ്ട, നീ ഇരുന്നോ, എനിക്ക് വേണ്ടല്ലോ. ചേട്ടാ നീ കഴിച്ചോ. ചേട്ടാ എന്നാ കഴിച്ചോ. നിനക്ക് വേണോ ഋഷി? കഴിച്ചു നോക്ക്, നല്ല മധുര. സ്ട്രോബെറി കഴിക്കുന്ന പോലെ. ഇത് വേണോ? മൾബറി വേണോ? എടാ കഴിക്കടാ, എടാ കഴിച്ചു നോക്കടാ. ഇതിന് കഴിച്ചു പോലും നോക്കുന്നില്ല. എടാ മധുരം വേണം, കഴിച്ചു നോക്കടാ. മധുരം നീ ഇഷ്ടപ്പെട്ടില്ല തുപ്പിക്കോ. എടി ഇവിടെ വേണം. ഇഷ്ടപ്പെട്ടില്ല നീ കഴിച്ചു നോക്കിയിട്ട് നീ കഴിച്ചു നോക്കിയിട്ട്. ബെറീസ് എന്ന് പറയുന്നത് ഹീറ്റഡ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. ബെറി എന്ത് ബെറി? സ്ട്രോബെറി, പിന്നെ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, മൾബറി അതിനകത്ത് പെടുമെന്ന് തോന്നുന്നു. ഇതിന് മധുരം ഉണ്ടെന്നുണ്ടെങ്കിലും ഷുഗർ കണ്ടന്റ് എന്ന് പറയുന്നത് 0 ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആണ്. കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കിയുള്ള ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ആണ് അവക്കാഡോയും ബെറിയും. അവിടെ ഒരാള് ടച്ചിന് പറിച്ചോണ്ടിരിക്കുക. നാച്ചുറൽ ആയിട്ട് ഉണ്ടാവും, ഒന്നും ചെയ്യേണ്ട ഒരു വർഷം എല്ലാ ദിവസവും ഉണ്ടാവും? എല്ലാ ദിവസവും ഉണ്ടാവില്ല, ഒരു സീസൺ വരുമ്പോഴാണ് അത് ഉണ്ടാവുന്നത്. ഈ സമയങ്ങളോട്ട് പിന്നെ അധിക സമയങ്ങളുണ്ട്. 2 മാസം മിക്ക സമയങ്ങളും ഉണ്ട്. കടിക്കണം, ഇങ്ങനെ കടിക്കണം. അന്ന് കടിക്കണം. കടിച്ച് തിന്നെ മുറിച്ച്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇതേ ഇങ്ങനെ അപ്പായും ഋഷിയും കൂടെ ഒരുമിച്ച് കടിക്കാൻ പോവാണേ. വാ. എങ്ങനെയുണ്ട്? ഇവന് വികാരമൊന്നുമില്ല. എനിക്കറിയത്തില്ല വികാരമില്ല. എക്സ്പ്രഷൻ പുളി കഴിച്ച എക്സ്പ്രഷൻ ഇല്ലേ? എന്ത് രസമല്ലേ ഇവരുടെ വീട്ടിൽ പുറകില് കുറെ കൃഷി. ഇവിടെ പേരക്കയുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, പിന്നെ അതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ അതിലുപരിയായിട്ട് മൾബറി ഉണ്ട്, പിന്നെ പുളിയുണ്ട്, പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. വിവിധ വെറൈറ്റി പേരക്കയുണ്ട്, പപ്പായ ഉണ്ട്, പിന്നെ നാരങ്ങ, ഓറഞ്ച്, മാംഗോസിനുണ്ട്. പിന്നെ ഏതൊക്കെ ഫ്രൂട്ട്സ് വേണോ അതെല്ലാം നട്ട് വളർത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് എന്ത് വേണോ അതെല്ലാം എടുത്ത് നമുക്ക് കഴിക്കാം. എൻ്റെ ദേഹത്ത് വേണ്ട. അങ്ങനെ സ്ട്രോബെറി ഉണ്ടോ? ഇല്ല പറിച്ചില്ല. സ്ട്രോബെറി പേരാന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊരു സാധനമുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. എന്തായാലും സംഭവം അടിപൊളി. ഇതിപ്പോ ഇങ്ങനെ ചുമ്മാ എടുത്ത് കഴിക്കുമോ? ഇതോ പഴുതാണത്? ഓ ഇത് കണ്ടില്ലേ, സ്ട്രോബെറി പേരാന്ന് പറഞ്ഞൊരു സാധനം. അടിപൊളി. നമ്മുടെ ലുബിക്കയുടെ ഒക്കെ ഒരു അതേപോലെ ഇല്ലേ? ലുബിക്കയുടെ എനിക്കൊന്ന് ലുബിക്കും പേരക്കയും കൂടെ ബഡ് ചെയ്ത് ആരും ഉണ്ടാക്കിയ സാധനമാണെന്ന് തോന്നുന്നു. സ്ട്രോബെറി പേര അല്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റ്. സംഭവം കൊള്ളാം. എന്തായാലും ബോബിത് സാർ അടിപൊളി. താങ്കളിലെ കർഷകൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കർഷകൻ ഉണർന്ന്. പുള്ളി കർഷകനൊന്നുമല്ല കേട്ടോ, പുള്ളിയുടെ അനിയത്തിയ കർഷക. പുള്ളി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അങ്ങനെ പല പരിപാടികൾ. ഇപ്പൊ AI ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ രാത്രി വന്നപ്പോൾ മുതൽ ഇന്ന് വരെ നമ്മൾ AI-യുടെ സാധ്യതകളെ കുറിച്ചും പിന്നെ ഫുള്ള് AI വെച്ചിട്ട് ഞങ്ങൾ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ ഡീപ് സീക്ക്, ചാറ്റ് GPT, അതിൻ്റെയൊക്കെ ഫ്യൂച്ചർ സാധ്യതകളെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളും സംഭവങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും പുള്ളിയെക്കാട്ടി കൂടുതൽ AI-നെ പറ്റി എനിക്ക് പറഞ്ഞു തന്നത് പുള്ളിയുടെ മക്കളാണ്. ഇപ്പോഴത്തെ പുതിയ ജനറേഷനാണ്. നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അവര് AI ഉപയോഗിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കൂല. നമ്മള്
പുതിയ ജനറേഷനോട് ഇഴുകി ചേർന്ന് ഇറങ്ങിച്ചേർന്ന് നമ്മൾ ഫീൽഡ് ഔട്ട് ആവാതെ പിടിച്ചു നിൽക്കണം. നമ്മുടെ ആഗ്രഹം. അപ്പോൾ നമുക്ക് ഇത് അനിയത്തിയുടെ വീട്ടിൽ പോവാം. അവിടെ അത് വേറൊരു വലിയ സംഭവം. 4-5 ഏക്കർ കൃഷി സ്ഥലത്താണ് പുള്ളിക്കാരി അവിടെ കൃഷി ചെയ്യുന്നത്. ലൈവ് കേരള എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ലൈവ് കേരള യൂട്യൂബ് ചാനലിൽ ആ കൃഷികളും മറ്റുമൊക്കെ കാണാൻ സാധിക്കും. ധാരാളം അവാർഡുകളൊക്കെ കിട്ടിയ പേരെന്താ? അനിറ്റ്. അങ്ങോട്ട് പോവാം. ഇത് കൊള്ളാലോ, കൊറേ ആയല്ലോ. നിനക്ക് വേണ്ടല്ലോ അല്ലേ? കഴിക്കണ്ട. ധ്യാൻ ചേട്ടാ വാ, ധ്യാൻ ചേട്ടാ കേറാൻ. ധ്യാൻ ചേട്ടാ പോവാം, വാ. എവിടെ? ഋഷിക്കാണെങ്കിൽ ധ്യാൻ ചേട്ടനെ അങ്ങ് കണക്കിന് ബോധിച്ചു. അമ്മ അപ്പുറത്തെ വണ്ടിയില്, അമ്മ അവിടെ വരും. ചേട്ടന്മാര് കയറി ഇരിപ്പുണ്ട്. പടം വരയ്ക്കണ്ടേ? കാറ്, നിന്റെ കാർ എവിടെ? ആ നിന്റെ കാർ എടുത്ത് കാണിക്കേ, നിന്റെ കാറ്. ഓക്കേ. ഇപ്പൊ എന്ത് കണ്ടാലും തുടരണമെന്നാണ്. കുഞ്ഞിന് വിടുത്താ മതി അല്ലേ? അവനെ ഇറക്കി വിട്ടാ മതി, അവൻ കൊണ്ടുപോയി ഫീഡ് ചെയ്തോളും. ഹായ്, പശുവിന് ഫീഡ് ചെയ്യാൻ പോവാ. കുഞ്ഞ് വയറ് നിറഞ്ഞിരിക്കുവാന്ന് തോന്നുന്നു. അതിന് വേണ്ടെന്ന്, അത് വയറ് നിറഞ്ഞിരിക്കുവാന്ന് തോന്നുന്നു. ഫുഡൊന്നും വേണ്ടെന്ന് തോന്നുന്നു. അതവിടെ കാര്യം സഹായിച്ചോണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാ ഇവിടെ വീട്ടിൽ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും നമ്മുടെ കയ്യിൽ ഇങ്ങനെ മുള്ളുകൾ ഇങ്ങനെ തറച്ചോണ്ടിരിക്കും. ഈ വീട്ടിൽ എവിടെ നോക്കിയാലും ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഡ്രാഗൺ ഫ്രൂട്ടും മുള്ളുമാണ് അല്ലേ? അപ്പൊ ഇതാണ് അനിറ്റ്, നമ്മുടെ ബോബിറ്റിന്റെ സഹോദരിയാണ്. അനിറ്റ് ഒരു സ്കൂൾ ടീച്ചറാണ്. ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ. ഏത് ക്ലാസ്സിലാ? 5th വരെ. വെറുതെ അല്ല, ഋഷിനെയൊക്കെ നന്നായിട്ട് ഡീൽ ചെയ്തായിരുന്നു. അപ്പോ ടീച്ചറാണ്, ടേൺഡ് ടു എ കർഷക. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൽ സജീവമാണ്. ഇപ്പൊ പുതിയൊരു ഫ്രൂട്ട്സും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുള്ളത് പിന്നെയുള്ളത് റംബൂട്ടാൻ ഉണ്ട്, ഡുക്കു എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ട്, ഗാഗ് ഫ്രൂട്ട് ഉണ്ട്. ഗാഗ് എന്നൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. നമ്മുടെ ജെൻസി വാക്കുകൾ ഉണ്ടല്ലോ ഏതാണ്ട്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ അതേപോലെയൊക്കെ ഉണ്ട്. അപ്പോ ടീച്ചറാണ്, കർഷകയാണ്, യൂട്യൂബറാണ്, എല്ലാം അങ്ങനെ പല വീട്ടമ്മയാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ടീച്ചറിന്റെ ഹസ്ബൻഡ് ഉണ്ട് ഇവിടെ, ഡെന്നി ചേട്ടനാണ് നമ്മുടെ techtravelite.com വെബ്സൈറ്റ് ഒക്കെ റെഡിയാക്കിയത്. പുള്ളി വെബ് ഡിസൈനറാണ്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവർ ആ ഗേറ്റിൽ നിന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ തന്നെ ഒരു റോഡൊക്കെ പണിതിട്ടിട്ടുണ്ട്. ആ ഒരു റോഡിന്റെ അപ്പുറത്ത് ഒരു ഭാഗത്ത് കംപ്ലീറ്റ് പ്ലാവ് നട്ടിരിക്കുകയാണ്. അത് ഏത് പ്ലാവാണ്? എന്താണ്? പ്ലാവ്. സൂപ്പർ എർലി. അപ്പൊ എത്ര നാളുണ്ടാവും? അത് ഒരു വർഷം ആകുമ്പോഴേക്കും കാഴ്ച തുടങ്ങും. ഒരു വർഷം ആകുമ്പോഴത്തേക്കും കായ്ച്ചു തുടങ്ങുന്ന പ്ലാവുകൾ ഇങ്ങനെ അടുപ്പിച്ച് നട്ടിരിക്കുന്നു. നമുക്ക് അവിടെ ഒരു സ്പേസ് കുറവുള്ളതുകൊണ്ട് നമ്മൾ റോഡിന്റെ സൈഡിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്ലാവ് സെലക്ട് ചെയ്തത്. അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പർപ്പസിലേക്ക് അത് ഒത്തിരി വലുതാവില്ല, നമ്മൾ ഹൈറ്റ് ഒന്ന് ക്രമീകരിക്കും. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കിനും അവിടെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടുകൾ ആരംഭിക്കുകയാണ്. ആ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ആ വീടിന്റെ ചുറ്റും ഉണ്ടായിരുന്ന റബ്ബർ മരങ്ങൾ വെട്ടിയാണ് ഈ കൃഷിയൊക്കെ ആരംഭിച്ചത്. റബ്ബറൊക്കെ നഷ്ടമാണോ? റബ്ബറിനെക്കാരും നല്ല എപ്പോഴും ഫ്രൂട്ട്സ് പ്ലാന്റ് തന്നെയാണ്. ഫ്രൂട്ട്സ് പ്ലാന്റ്. ഓക്കെ, അപ്പൊ ഫ്രൂട്ട്സ് പ്ലാന്റുകളിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇവരുടെ ഡ്രാഗൺ ഫ്രൂട്ടുകൾ നമുക്ക് കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് ഗിഗ് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് നമുക്ക് ഗിഗ് അല്ല, ഗാഗ് അല്ലേ, പേര് പോലും അറിയാത്ത ഗാഗ്. നമുക്ക് നോക്കാം. ബാ, ഈ ഗാഗ് എന്ന് പറയുന്നത് ശരിക്കും എവിടത്തെ ഫ്രൂട്ടാണ്? വിയറ്റ്നാം. ഈ ഡ്രാഗൺ ഫ്രൂട്ടും വിയറ്റ്നാം ആണോ? ഞാൻ വിയറ്റ്നാമില് തലങ്ങും മലങ്ങും യാത്ര ചെയ്യുമ്പോൾ റോഡിനപ്പുറം ഇപ്പുറം എല്ലാം എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഓ, ഇത് അതിന്റെയാണ് ഗാഗ് ഫ്രൂട്ട്. അതായത് എനിക്ക് പന്തലെ കയറ്റി വിടണം. ഇത് കണ്ടോ, ഇത് പാഷൻ ഫ്രൂട്ടിനെ കൊടുക്കണമല്ലോ, പന്തല് ഇട്ട് പാഷൻ ഫ്രൂട്ട് പോലെ. പാഷൻ ഫ്രൂട്ട് പോലെ പന്തല് കൊടുത്തിട്ട് വേണം നമ്മളിത് നടാന്. ഇതിന് പല തണല് വേണ്ട, നല്ല സൂര്യപ്രകാശം വേണം. ഇതിപ്പോ പന്തല കയറിപ്പോ നമുക്ക് ഇവിടെ തണല് ഫീൽ ചെയ്യുന്നതല്ലേ ഇത്. അത് പഴുത്തത്. ഇത് നമുക്ക് പച്ച വരുന്നത് ഈ കളറ്. അത് ഡിഫറെന്റ് കളർ വരുന്നതാണോ? ഇത് പല കളർ കൺവേർട്ട് ചെയ്ത് വരുക. ഇത് കണ്ടോ, ഏറ്റവും പച്ച കളർ കിടക്കുന്നുണ്ടോ? ഇത് ഏതാ ശരിക്കും വിളഞ്ഞത്? റെഡ്. ആദ്യം ഗ്രീൻ വരും, അത് കഴിഞ്ഞിട്ട് യെല്ലോ വരും, യെല്ലോയിൽ നിന്ന് ഓറഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യും, പിന്നെ റെഡിഷ് കളർ. ആ റെഡിഷ് കളർ എല്ലാം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാറായതാ. പക്ഷെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ആയിട്ട് കഴിക്കാൻ കൊള്ളില്ല. പിന്നെ ഇത് നമുക്ക് ജ്യൂസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അത് ശരി, നമുക്ക് ഇതെടുത്താലോ? ഇത് സമന്ന് നിൽപ്പുണ്ട് ഇവിടെ.
ഇതെല്ലാം ഫ്രൂട്ട് ഈ റെഡിഷ് കളർ കിടക്കുന്ന എല്ലാം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാറായതാണ്. ഓ ശരി, ഓക്കെ. ഇവിടെ താഴെ ഇത് നോക്കിയേ ഗൈസ്, ഇത് കണ്ടോ? ഒരു മിനിറ്റ് കട്ട് ചെയ്യില്ല. ഇവിടെ എവിടെ നോക്കിയാലും ഇത് കണ്ടില്ല, ഇതൊക്കെ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ. എനിക്ക് ഇവിടെ കാല് വെക്കാൻ പറ്റുന്നില്ല. ഈ വീട് മൊത്തം ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. അകത്തും ഉണ്ടെന്ന് തോന്നുന്നു, അടുക്കളയിലും ഉണ്ടാവുമല്ലേ. ഇതെന്നാന്ന് വെച്ചാൽ നമ്മള് പ്ലാന്റ് മെറ്റീരിയൽ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇത് വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നിങ്ങൾക്കും തുടങ്ങാം. ഒരു ചെടിക്ക് ഇതുപോലെ വേര് പിടിപ്പിച്ച പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് എത്ര രൂപ? ഇത് 75 രൂപ. വേര് പിടിക്കാത്തതിന് 60 രൂപ. വേര് പിടിക്കാത്തതിന് 60 രൂപയും വേര് പിടിപ്പിച്ചതിന് 75 രൂപയും. ഇത് കൊണ്ടുപോയി നട്ടിട്ട് എത്ര നാൾ കഴിയുമ്പോൾ ഉണ്ടാവും? അത് 1 വർഷത്തിനുള്ളിൽ കായ്ക്കും. 1 വർഷത്തിനുള്ളിൽ ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകാം. വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും വേണ്ട. ഇത് ശരിക്കും കാക്ടസ് ഇനത്തിൽപ്പെട്ട ഒരു സാധനമല്ലേ? അല്ലേ? ഇത് വരും ഇങ്ങനെ വരും. ഓ ഓ ഓ, ഇത് വേരുള്ളത് ഇതാ. ഇത് വെറുതെ നമ്മളിപ്പോ എവിടെയെങ്കിലും പോസ്റ്റോ ഡ്രമ്മിൽ വേണമെങ്കിൽ ഡ്രമ്മിൽ നടാം, പെയിന്റിംഗ് ബക്കറ്റ് വേണമെങ്കിൽ പെയിന്റിംഗ് ബക്കറ്റ് നടാം. ഇനി പോസ്റ്റ് ഇട്ടിട്ടാണ് കൊമേഴ്സ്യൽ പർപ്പസിലൊക്കെ ചെയ്യുമ്പോൾ പോസ്റ്റ് ഇട്ടിട്ടാണ് നടുന്നത്. അപ്പൊ നമുക്ക് ഒരു 10 ഏക്കർ സ്ഥലം എവിടെയെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി തുടങ്ങിയാലോ? പക്ഷെ 10 ഏക്കർ സ്ഥലം വാങ്ങാനായിട്ട് പൈസ വേണ്ടേ? അതെന്ത് ചെയ്യും? ശരിക്കും വീണ്ടും ടെറസിലൊക്കെ ആൾക്കാർ നടന്നുണ്ടല്ലേ? ഞാൻ പണ്ട് പത്തനംതിട്ടയിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഫാമിൽ പോയായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ കുറെ സ്ഥലങ്ങളിൽ ഡ്രാഗൺ ഫ്രൂട്ട് നടന്നുണ്ട്. കേരളത്തിൽ ഇപ്പൊ പല സ്ഥലത്തും ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കർഷകർ, ഇതുപോലെയുള്ള ആൾക്കാർ. ഓക്കെ, നമുക്കപ്പം മറ്റേ ജാക്ക് ഫ്രൂട്ടിലേക്ക് വരാം. ഇതിന്റെ തണ്ടിന് നല്ല അത്യാവശ്യത്തിന് കട്ടിയുള്ളതാണ്. ഓ, അതിങ്ങനെ എനിക്ക് തോന്നി തൂങ്ങി കിടക്കുന്ന എല്ലാ ഇതിനും കട്ടി ഉണ്ടാവുമല്ലോ. ഞാൻ ആദ്യം കേട്ടോ ഇങ്ങനത്തെ ഒരു ഫ്രൂട്ടിനെ പറ്റി ഞാൻ അറിയുന്നത് പോലും. ഇത് ശരിക്കും പാവയ്ക്ക പോലെ ഉണ്ടല്ലേ? ഇതെടുത്ത് തോരനും വെക്കൂ ശരിക്കും? അപ്പൊ പാവയ്ക്ക തന്നെ. ഇതിങ്ങനെ നമ്മൾ ആത്തപ്പഴത്തിനകത്തുനിന്ന് എടുത്ത് കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുമോ? കഴിക്കുമ്പോ അത്രയും ടേസ്റ്റ് ഇല്ല. പിന്നെ ഏത് ഇതിന്റെ ഫ്രൂട്ട്? ശരിക്കും പറഞ്ഞാല് ഈ സീഡ് കഴുകിയെടുക്കും, ആ വെള്ളം ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ ഫ്ലഷ്. ഇത് ഞാൻ ഇതൊന്ന് രുചിച്ച് നോക്കാൻ പോവാണ്. ഈ സാധനമേ ഇതൊരു വികാരമില്ലല്ലോ. ഇത് ശരിക്കും അത് തന്നെ. ജ്യൂസിന് വേണ്ടി നമുക്ക് ജ്യൂസിന് കളർ കൊടുക്കാൻ വേണ്ടി നമ്മളിപ്പം നാരങ്ങ വെള്ളം എടുക്കുക. നാരങ്ങ വെള്ളം കൊടുക്കുമ്പോൾ ഇതിന്റെ സിറപ്പ് ഉണ്ടാക്കി, ഇത് ഈ ഫ്ലഷും ഇതും കൂടി ഈ റെഡിഷ് കളറില്ലേ അതും കൂടി ഒരുമിച്ച് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് നമ്മളത് ജ്യൂസിന് വേണ്ടിയാണ് നമ്മളിത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ കൂടുതൽ ഫ്രൂട്ട് കൊടുക്കണ കാര്യം പകരം സീഡ് കൊടുക്കും. ആന്റിഓക്സിഡന്റ് ഒത്തിരി ഇതിന് നമ്മൾ ഫ്രൂട്ടായിട്ട് കൂടുതൽ കൊടുക്കാം. നല്ല വിലയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ സീഡാ കൊടുക്കുന്നത്. സീഡ് കൊടുക്കും. അതുപോലെ തന്നെ ഈ പൾപ്പ് എടുത്തിട്ട് അത് നമ്മൾ ബേക്കറിക്കാർക്കും കൊടുക്കും. പൾപ്പ് ജ്യൂസിൽ മിക്സ് ചെയ്യാൻ. അപ്പൊ നാരങ്ങ വെള്ളത്തിന്റെ കൂടെ മിക്സ് ചെയ്യാം. അതായത് നമ്മൾ ഈ കപ്പയുടെ ഒക്കെ സ്റ്റാർച്ച് ഉപയോഗിക്കുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മള് നാച്ചുറൽ കളർ ആയിട്ട്, അതായത് ഇപ്പൊ വേറെ കളർ ചേർക്കാതെ ജ്യൂസുകൾക്കൊക്കെ കളർ കൊടുക്കാൻ വേണ്ടിയായിട്ട് നമ്മൾ ബേക്കറിക്കാർ ഇപ്പൊ ഇത് വാങ്ങുന്നു. ശരി, എന്തൊക്കെ പരിപാടികളല്ലേ. അപ്പൊ ശരിക്കും ഇത് ഫ്രൂട്ട് ആയിട്ട് ഇങ്ങനെ വിൽക്കാനായിട്ട് മാർക്കറ്റില്ല. മാർക്കറ്റിൽ നമ്മൾ അത്ര കൊടുത്തു തുടങ്ങിയിട്ടില്ല. മാർക്കറ്റ് ഉണ്ട്. ലുലുവിലൊക്കെ ഒരു 1000 രൂപയൊക്കെ അന്നേരം ഒരെണ്ണത്തിന് 1000 രൂപയാണ്. പക്ഷെ ആളുകൾ 1000 രൂപയ്ക്ക് കൊടുക്കാന്ന് പറയുമ്പോ അതൊരു ഹൈപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വീഡിയോയിൽ വരും. വീഡിയോയിൽ അത് വരും. പക്ഷെ ഇതിന്റെ ബാക്കിയുള്ള സംഭവങ്ങളാണ് ശരിക്കും ഈ സാധനം കണ്ടിട്ടുണ്ടോ? നീ നമുക്ക് ഈ ഫ്രൂട്ടിൽ നിന്ന് 1000 രൂപ കിട്ടുന്നുണ്ട്. ഇത് നോക്കി, ഇതെന്താ വന്ന ഇത് ഗ്യാക്ക് ഫ്രൂട്ട്. എന്താണെന്നറിയോ? ഗ്യാക്ക്. ഇത് പിടിച്ചേ, ഇവിടെ പിടിച്ചോ, ഇവിടെ ഇങ്ങനെ പിടിച്ചോ. ചെറിയൊരു ഇതുണ്ട് ഗ്യാക്ക് ഫ്രൂട്ട്. മുള്ളുണ്ടോ? അത് ശരി, കൊണ്ടോക്കോ. ഇത് കടിച്ചു പറിച്ച് തിന്നാം. പിടിക്കേ, എന്താ പിടിച്ചോ ഗ്യാക്ക് ഫ്രൂട്ട്. അപ്പൊ ഇത് ഗ്യാക്ക് ഫ്രൂട്ട്, ഇതിന്റെ സീഡ് വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ഇപ്പൊ ഇവിടെ ഈ ഒരു കൃഷി ചെയ്യുന്നത്. അത് ശരിക്കും ഈ ഒരു ഐഡിയ ഗ്യാക്ക് ഫ്രൂട്ടിന്റെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. വേറെ കേരളത്തിൽ വേറെ കൃഷി ചെയ്യുന്നുണ്ടോ ആളുകള് വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് അതിന്റെ സീഡ്, ഗ്യാക്ക് ഫ്രൂട്ടിന്റെ സീഡ്. സീഡ് വേണോ? കഴിച്ചു നോക്കുന്നോ? മോൻ ജ്യൂസ് കുടിച്ചില്ലേ? ഇത് ഞങ്ങൾ വന്നപ്പോ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടായിരുന്നു. ആ ജ്യൂസ് എന്ന് പറയുന്നത് ഈ ഗ്യാക്ക് ഫ്രൂട്ടും പൈനാപ്പിളും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ഒരു ജ്യൂസ്. അതായത് പൈനാപ്പിളിന്റെ മഞ്ഞ കളർ മാറിയിട്ട് കളർ ഇതും കൂടെ മാറും, കൺവേർട്ട് ചെയ്ത് മാറും. അതുപോലെ നാരങ്ങ ചേർക്കുവാണെങ്കിൽ നാരങ്ങയുടെ കളർ മാറിയിട്ട് റെഡിഷ് കളറുള്ള നാരങ്ങ വെള്ളം. ഓ, അത് ഈ പൈനാപ്പിൾ സർവത്തൊക്കെ ഉണ്ടാക്കുന്ന പോലെ റെഡിഷ് കളറിലെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അത് കൊള്ളാം എന്തായാലും. അല്ല, അപ്പൊ ഇതിന്റെ ഫ്യൂച്ചർ എന്താ കാണുന്നത്? ഇതിപ്പം നന്നായിട്ട് ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. ഒന്ന് ഇത് തോരൻ വെക്കാൻ, പച്ചക്കായിട്ട് തോരൻ വെക്കാൻ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ല, തോരനല്ല, ഇതിപ്പോ സീഡ് കൊണ്ടുപോകുന്നു, നട്ടുപിടിപ്പിക്കുന്നു, അവർക്ക് തോരൻ കറി വേണമെങ്കിൽ വെക്കാം. ഇനി അതല്ല ജ്യൂസ് കുടിക്കണമെങ്കിൽ ജ്യൂസ് കുടിക്കാം. ആരെങ്കിലും വരുമ്പോ അങ്ങനെ കൊടുക്കുകയും ചെയ്ത്. കണ്ടോ, ഇത് പച്ച കളറുള്ള ഇത് കണ്ടോ, ഇത് തോരൻ, മെഴുക്ക് വരട്ടി, പാവയ്ക്ക് എങ്ങനെയൊക്കെ വെക്കുന്നു അതുപോലെ തന്നെ എല്ലാം.
സീഡിന് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് 10 സീഡിന് 200 രൂപ റേറ്റിനാണ് കൊടുക്കുന്നത്. ആണല്ലേ? അപ്പൊ 10 സീഡ് കിളിപ്പിച്ച് ഇതുപോലെ ആയിക്കോളും അല്ലേ? ഇതിനകത്ത് തന്നെ ഒരു 10, 40, 50 സീഡ് കാണുമായിരിക്കും. ദൈവമേ, അപ്പൊ ഒരു കായ്ക്ക് എന്നാ വില, എന്ത് വിലയാ? ടീച്ചർ ആള് കൊള്ളാട്ടോ. അപ്പൊ ഇനി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് പരിപാടിക്ക്. അതിന് മുമ്പ് ഇവിടെ ഒരു തോടുണ്ട്, അടിപൊളി ഒരു തോടുണ്ട്. ആ തോടൊന്ന് കണ്ടിട്ട് വരാം. ബാ, തോട്ടി കുളിക്കുന്ന ഋഷി ബാ. എത്ര ഏക്കർ സ്ഥലമുണ്ട് നിങ്ങൾക്ക് ഇവിടെ? ഒരു 5.5 ഏക്കർ. ഈ 5.5 ഏക്കറിൽ അപ്പൊ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ? മെയിൻ ആയിട്ട് ഡ്രാഗൺ ഉണ്ട്, പിന്നെ ഇപ്പൊ കൂടുതൽ ചെയ്തിരിക്കുന്ന റംബൂട്ടാൻ ചെയ്തിട്ടുണ്ട്. റംബൂട്ടാനാ? പിന്നെ അയ്യോ, റംബൂട്ടാൻ ഞാൻ കണ്ടു. അവിടെ മൊത്തം ഞാൻ നോക്കിയപ്പോഴേ പൈനാപ്പിൾ ചെടി നട്ടു വെച്ചിരിക്കുന്നേ. അപ്പൊ നിറച്ച് പൈനാപ്പിൾ ചെടി, അതായത് പൈനാപ്പിളിന്റെ ഇതുണ്ടല്ലോ, നട്ടു വെച്ചിരിക്കുക. അപ്പൊ ഞാൻ ഡെന്നിച്ചനോട് ചോദിച്ചു, ഇതെന്തോ സംഭവം, പൈനാപ്പിൾ കൃഷിയുണ്ടോ? ഓ ഇല്ല, അത് വെറുതെ സൈഡാണ്, ഞങ്ങൾ റംബുത്താൻ നട്ടു വെച്ചിട്ടുണ്ട്. റംബുത്താൻ ഇടയ്ക്ക് 2 കൊല്ലത്തേക്ക് പൈനാപ്പിളിന്റെ സ്ഥലം പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. അത് പൈനാപ്പിൾ വേണ്ട, പക്ഷെ റംബുത്താനാണ്. ഈ റംബുത്താൻ എനിക്ക് തോന്നുന്നു കേരളത്തില് നമ്മുടെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഈ ജില്ലകളിലാണ് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നതെന്ന് തോന്നുന്നു. റംബുത്താൻ അത്യാവശ്യം നല്ല വില കിട്ടുന്ന ഫ്രൂട്ട് അല്ലേ? അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇച്ചിരി വില കിട്ടുന്ന ഫ്രൂട്ട്സ് മാത്രമേ നമ്മൾ കൃഷി ചെയ്യുള്ളൂ ഇവിടെ അല്ലേ? ഡ്രാഗൺ ഫ്രൂട്ട്, റംബുട്ടാന്, പിന്നെ ഏതോ ഒരു ഗാഗ് ഫ്രൂട്ട്. പിന്നെ ഇപ്പൊ നമ്മള് ചെയ്തേക്കുന്ന വേറെ ഫ്രൂട്ട് ആയിരുന്നു അബിയു എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഉണ്ട്. അത് ശരി. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് ചെയ്ത് വരുന്ന വെറൈറ്റി സാധനങ്ങളൊക്കെ ബോട്ടണിയാ. ശരി. അപ്പൊ അതുകൊണ്ട് അതുമായിട്ട് ഒരു കുറച്ച് അതൊക്കെ ഇഷ്ടമാണ് ഫ്രൂട്ട്സ് പ്ലാന്റ്. എന്തായാലും പണി എടുക്കുകയാണ്. അന്നേരം എനിക്ക് കിലോയ്ക്ക് മിനിമം 1000 രൂപയെങ്കിലും കിട്ടുന്ന ഫ്രൂട്ട്സ് മാത്രമേ ഞാൻ നടുവുള്ളൂ. അത് നടുവുള്ളൂ അല്ലേ? ഒന്നും നമ്മൾ ഏറ്റവും നോക്കും, നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കും. നമുക്ക് എല്ലാ ഫ്രൂട്ടും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നടുമ്പോൾ നമുക്ക് അതിനുള്ള മാർക്കറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ നന്നായിട്ട് വളരില്ല. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് അതിനെ സെലക്ട് ചെയ്ത് നടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പൈനാപ്പിൾ ചെടി അവിടെ നട്ടിരിക്കുന്നത് ഈ റംബൂട്ടാൻ 30 അടി 40 അടി ഗ്യാപ്പില് അവരവിടെ നട്ടിട്ടുണ്ട്. അപ്പൊ ഇത് വളർന്ന് വന്ന് ഇതില് കായ ഉണ്ടായി തുടങ്ങാനായിട്ട് ഏകദേശം 2-3 വർഷം എടുക്കും. 3 വർഷത്തിന് മേലെ എടുക്കും. ഈ 3 വർഷത്തിന് മേലെ എടുക്കുന്ന അത്രയും സമയം അവിടെ നല്ല വെയിലുണ്ടാവും. അപ്പൊ ആ വെയിലത്ത് വളരാൻ പറ്റുന്ന ഒരു ഇടവേള കൃഷിയാണ് ഈ പൈനാപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്ഥലവും ആ ഒരു വെറുതെ കിടക്കാതെ നമുക്ക് അതിൽ നിന്നൊരു ആദായം കിട്ടുകയും ചെയ്യും. പൈനാപ്പിളും കിട്ടും, പൈസയും കിട്ടും. അതാണ് സംഭവം. പിന്നെ അപ്പുറത്ത് കുറെ റബ്ബർ ഇപ്പം നിപ്പുണ്ട്. അത് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, പതുക്കെ ഇനി അടുത്ത ഫ്രൂട്ട് ചേച്ചി കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കിന് ഞാൻ അത് വെട്ടിക്കൊടുക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു ഇല്ലേ? സ്റ്റെപ്പായിട്ടാണ് കിട്ടണ സ്ഥലം. കിട്ടുന്ന അനുസരിച്ച് അടുത്ത കൃഷി ചെയ്യും. അത് ശരി. അവാർഡുകളൊക്കെ കിട്ടിയിട്ടില്ലേ കുറെ? എടുത്തു പറയാവുന്ന അവാർഡുകൾ ഏതൊക്കെയാ? ഇവിടെയുള്ള വനിതാ കർഷക അവാർഡ്, അങ്ങനെയുള്ള അവാർഡ് 1-2. പിന്നെ കുറെ മാഗസിൻസിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഏതൊക്കെ രാജ്യത്തിലേക്കൊക്കെയുള്ള ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പോയില്ല. ഓക്കെ. ഇവിടെ ഒരു തോടുണ്ട്, തോട്ടിൽ ഇറങ്ങണോ ഋഷിക്ക്? ഇത് വേണ ഋഷിക്ക് കുളിക്കാവുന്ന ഒരു തോടാ. വാ, ഇറങ്ങണോ? ഇറങ്ങണോ? നിക്കറ് നനഞ്ഞാൽ വേറെ മാറ്റിയിടാനുണ്ട്. നീ അവിടെ നിന്നു. ഹായ്. നമ്മൾ പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ തോട്ടി കുളിക്കാൻ പോവായിരുന്നു. അവിടെ നീന്താനൊന്നും പറ്റുമൊന്നുമില്ല. ഇതുപോലെ ഇതാണ് മീൻ കണ്ടോ? ഫിഷ് കണ്ടോ? ഇതേ കണ്ടോ? സ്മോൾ ഫിഷ് കണ്ടില്ലേ? ഇതേ അവിടെ നോക്ക്, കണ്ടില്ലേ ഫിഷ്? സ്മോൾ ഫിഷ്. കുളിക്കണോ? ഇപ്പൊ നിങ്ങൾ എങ്ങനെ കുളിക്കുക? പൂൾ നിക്കർ ഇട്ടിട്ടേ ഞങ്ങൾ ഇറങ്ങുള്ളൂ കേട്ടാ. പണ്ട് മുങ്ങല്ല നമ്മള് കിടക്ക. അതെ കിടക്കാനേ പറ്റുള്ളൂ. പിന്നെ സോപ്പിട്ട് കുളിക്കാം. അവിടെ ഇരിക്കും, തുണി അലക്കാനുള്ള തുണി അലക്കും. ഇതൊക്കെ തന്നെ പരിപാടി. അതിനിടയ്ക്ക് ചിലപ്പോൾ അതിനകത്തൂടെ പുളവനും മറ്റൊക്കെ വരികയും ചെയ്യും. പൂൾ നിക്കർ ഉണ്ടല്ലേ ഞങ്ങൾ ഇറങ്ങത്തുള്ളൂ കേട്ടോ. ഞങ്ങള് മോഡേണാ. പൂൾ നിക്കർ അല്ലാതെ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങൂല. അയ്യോ നനയ്ക്കല്ലേ. ഇത് ശരിക്കും വെയിലുള്ള വെള്ളം കുറവും വേണ്ട ഒരു സാധനമല്ലേ ഇത്? അങ്ങനല്ലേ? കണ്ടം പ്രദേശങ്ങളൊക്കെ കൂടുതൽ കൃഷി. ഇതിപ്പോ ഒന്ന് ഇട്ടു, നമുക്കിത് കഴിഞ്ഞിട്ട് 2ാം പ്രാവശ്യം ഇട്ടുമായിരുന്നു ഇതെല്ലാം തന്നെ നമുക്ക്. ആണല്ലേ? നേരെ വരിക, പറിക്കുക, വെട്ടുക, കുത്തുക, എല്ലാം ഇത് തന്നെ പരിപാടി. പക്ഷെ ആയിട്ടില്ല, സമയമാവണേ ഉള്ളൂ. റെഡ് ആയിട്ടുണ്ടല്ലോ. അടിപൊളി, നൈസ്. മധുരമുണ്ട്. ക്യാമറമാൻ ഇച്ചിരി ക്ഷീണമാവാ. അതെ ഇത് കൊള്ളാട്ടോ, മധുരമുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിൽ അല്ലേ? മധുരല്ലേ? അതായത് നല്ല വെയിലുണ്ട്. ഇപ്പൊ കൊറേ മഴ പെയ്തില്ലേ? ക്യാമറമാന്റെ കൈ അടക്കിടക്ക്. വാട്ടർമെലൺ വേണോ? വാട്ടർമെലൺ ബാ, ഇവിടെ ഉണ്ട്, ബാ തരാം.
നമ്മൾ ഡ്രമ്മിൽ നട്ടേക്കണം. ഇപ്പൊ സ്ഥലം കുറവുള്ളവരായിരിക്കും, ഇപ്പൊ സ്ഥല പരിമിതിയൊക്കെ ഉള്ളവർക്കുള്ളതാണ്. ഡ്രം പെയിന്റും ബക്കറ്റിലൊക്കെ ഇങ്ങനെ 2 എണ്ണം വെച്ച് നട്ടാൽ മതി, അതുണ്ടായിക്കോളും. ഒരു വർഷം ആകുമ്പോഴേക്കും അവർക്ക് ഫ്രൂട്ടാ കിട്ടുന്നത്. അത് ശരിയാ. അല്ലെങ്കിൽ നിലത്ത് നടാം. നിലത്ത് നടാം, ഏറ്റവും നല്ല നിലത്ത് നടുക. ഇനി അതിന് പറ്റില്ല ടെറസിലൊക്കെ നടുക, ഫ്ലാറ്റിൽ നടാം. നിങ്ങൾക്കൊക്കെ ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ടാണെങ്കിൽ നമുക്ക് പൂ ഉണ്ടായിട്ട് വാടിയിട്ടാണ് കായാവുന്നത്. ഈ പൂ വിരിഞ്ഞ കറക്റ്റ് 25-ാം ദിവസം അല്ലെങ്കിൽ ഒരു 25-28 മാക്സിമം 28ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം. എടുക്കാം. അടിപൊളി, കൊള്ളാലോ. ഇതിന് വളമൊക്കെ എങ്ങനെയാ? ഇത് നമ്മൾ ജൈവവളം മാത്രമേ ചേർക്കുന്നുള്ളൂ. പൂളിൽ പോണോ അല്ല മറ്റേ തോട്ടിൽ പോണോ? ആർക്കറിയാത്ത ഈ കൊച്ചിനെ കൊണ്ട് വേണം പറപ്പിക്കാൻ. വലിയ തണ്ണിമത്തങ്ങ അവിടെ കിടക്കണ്ടേ കൊച്ചിനെ, നമുക്ക് പോയി പറിക്കാം. ബാങ്ക് കൊണ്ടാലോ കൊച്ചിനെ. നേരത്തെ നമ്മൾ പറഞ്ഞ പ്ലാവാണ് ഇത്, കണ്ടില്ലേ? ആ പ്ലാവിലൊക്കെ ഹൈറ്റ് അത്രയും വെച്ച് നമ്മൾ ക്രമീകരിക്കുക. ഇത് മുകളിലേക്ക് പൊക്കി വിടില്ല, അത് വെട്ടിക്കളയും. ആ വെട്ടിക്കളയും, ടോപ്പ് വെട്ടിക്കളയും. ബോൺസായി ചെയ്യുന്ന പോലെ ഇത് വെട്ടി വിടും. അപ്പൊ ഇത് പോകത്തില്ല, ഇവിടെ നിന്ന് ആയിക്കോളും. ഇവിടെ ഇതിനകത്ത് ആയിക്കോളും. വരുന്നത് ഇനി ബ്രാഞ്ചസ് കുറച്ചും കൂടി സൈഡിലേക്ക് വരുവുള്ളൂ. ഒത്തിരി പോരും ഇല്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് സ്ഥലം ഉള്ളവർക്ക് ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാവാണിത്. അത് ശരി. പിന്നെ ഇവിടെ അടുത്ത് ഒരു സ്കൂളുണ്ട്. ആ സ്കൂൾ എന്ന് പറയുന്നത് നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂൾ ഏതാത്? MKNMHS മലയാറ്റിക്കാരുടെ സ്കൂളാണ്. മലയാറ്റി ഫാമിലിയുടെ ഒരു സ്കൂൾ തന്നെയാണ്. ഏതൊക്കെ സിനിമയിലുണ്ടായിരുന്നു പറഞ്ഞേ? അത് ഇഷ്ടം പാപ്പിയപ്പച്ച ഉണ്ട്, കഥ പറയുമ്പോൾ ഉണ്ട്, മനസ്സിനക്കരെ ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഫിലിംസ് ഇവിടെ ഷൂട്ട് ചെയ്യാറുണ്ട്. ആ ശരി. പാപ്പിയപ്പച്ചയിലൊക്കെ കാണിക്കുന്ന ആ സ്കൂള് മനസ്സിനക്കരയില് അവര് ജയറാം ഒരു പാട്ട് ഓർമ്മക്കുന്ന പാട്ടില്ലേ, ആ സീൻ എടുത്തിരിക്കുന്ന ആ സ്കൂളിലാണ്. അത് ശരി. അങ്ങനത്തെ ഒരു സ്കൂൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. പിന്നെ അപ്പുറത്ത് ഒരു ഇന്റർനാഷണൽ സ്കൂളുണ്ട്, വില്ലേജ് ഇന്റർനാഷണൽ പറയും. ശരി. ഇത് ഈ ഒരു സ്ഥലം ശരിക്കും തൊടുപുഴ ടൗണിന് തൊട്ടടുത്താണ്. എന്നാൽ കണ്ടു കഴിഞ്ഞാൽ തൊടുപുഴ ടൗൺ ആണെന്ന് പറയത്തേ ഇല്ല. മൊത്തം റബ്ബർ കാടുകളും റബ്ബർ തോട്ടങ്ങളും പിന്നെ പാടങ്ങളും കൃഷിസ്ഥലങ്ങളും ഒക്കെ ആയിട്ട് ഇവരെ പോലുള്ള ഇടുക്കിക്കാർ നല്ല മനോഹരമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സുന്ദരമായ സ്ഥലം അല്ലേ? ശരിക്കും സ്ഥലത്തിന്റെ പേരെന്താ? കുമാരമംഗലം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഇത് ശരിക്കും നമ്മള് കമ്പിവേലി കെട്ടത്തില്ലേ, അതിന്റെ തൂണാണോ ഇത്? അങ്ങനത്തെ തൂണാണോ? കോൺക്രീറ്റ് പോൾ ഇതിനു വേണ്ടി തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തുണ്ടാക്കിയേക്കുന്നത്. അതായത് 7 അടി ഉണ്ട്. 7 അടിയിൽ മുകളില് ഹോള് വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ഈ 7 അടി ഉണ്ടോ? അത് 2 അടി നമ്മൾ മണ്ണിനടിയിലേക്ക് കുഴിച്ചിട്ടു. ഓ ശരിയാ. മേളില് ഹോൾ എന്ന് പറയുമ്പോ ഈ കമ്പി ഉണ്ട്, കമ്പിയിലാണ് ഈ ടയർ നിൽക്കുന്നത്. ഇതിങ്ങനെ കേറി മറിയണം. കേറി മറിഞ്ഞു കഴിയുമ്പോ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവുന്നത്. ഓ ഇതിങ്ങനെ കേറിയിട്ട് ഇങ്ങോട്ട് മറിയണം. മറിഞ്ഞു കഴിഞ്ഞാലേ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിങ്ങനെ വളർന്നു വരുമ്പോ ഇതിൽ നിന്നാണോ വെട്ടിയെടുത്തിട്ട് തൈയാക്കുന്നത്? അതെ, ഇതിനകത്ത് നമുക്ക് ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ സ്റ്റെം എടുക്കും. ഫ്രൂട്ട് ഉണ്ടായതിനു ശേഷം നമ്മൾ ഇതിനകത്ത് എടുക്കാറുള്ളൂ. ഫ്രൂട്ടും കിട്ടും അതിനുശേഷം. അപ്പൊ ഇവിടുന്ന് വെട്ടിയതാണോ ഇത്? അല്ല, തന്നെ ഉണ്ടായി വരുന്നത്, അടുത്ത മുള പൊട്ടി വരുന്നത്. ഇത് ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നു. ഇത് ഫ്രൂട്ട് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഇതിന് ഇവിടെ വെച്ച് മുറിക്കും. ഇത് ഒരടിയുള്ള പീസുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോ ഇത് ഒരടി എടുക്കും. ഇത് ഇവിടുന്ന് രണ്ട് പ്ലാന്റ് നമുക്ക് ഇതിനകത്ത്. അപ്പൊ ഇവിടെ നിന്ന് വെട്ടും. പക്ഷെ ഇപ്പൊ നമുക്ക് വെട്ടാറായിട്ടില്ല. അല്ല, ഇപ്പൊ ഫ്ലവറിങ് ഇപ്പൊ ഈ മാസം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇപ്പം ഏകദേശം ഒരു ഒക്ടോബർ നവംബർ വരെ നമുക്ക് ഇതിനകത്തുനിന്ന് ഫ്രൂട്ട് കിട്ടും. അപ്പൊ ഫ്രൂട്ട്സിൽ നിന്നും വരുമാനം ഉണ്ടാക്കാം. ഇതിന്റെ തണ്ട് വിറ്റും പൈസ ഉണ്ടാക്കാം. ഏത് സമയത്തും നമുക്ക് ഇതിന്റെ വരുമാനം ഉണ്ടാക്കാം അല്ലേ? അല്ല ഞാൻ കാര്യമായിട്ട് പിന്നെ നമുക്ക് പലർക്കും അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ കാർഷിക ആവശ്യങ്ങൾക്ക് കർഷകരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പല പല സംഭവങ്ങളുണ്ട്. ഇപ്പൊ വെള്ളം അടിക്കുന്നതിന് വേണ്ടി മോട്ടോർ ഫ്രീ ആണ് അല്ലെ? മോട്ടോർ അടിക്കുന്നതിന്റെ വൈദ്യുതി ഫ്രീ ആണ്, സബ്സിഡി. വെള്ളമില്ലെന്നുണ്ടെങ്കിൽ വെള്ളം കിട്ടുമോ? വെള്ളം കിട്ടുന്നില്ല. വെള്ളത്തിന് നമുക്ക് കരണ്ട് നമുക്ക് ഇതിനെ കാർഷിക ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം അടച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതെല്ലാം കൃഷി ചെയ്യുന്നതിന് നമുക്ക് അതിനുള്ള സബ്സിഡികൾ കിട്ടും. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതായത് കാർഷിക വരുമാനത്തിന് ഇൻകം ടാക്സ് കൊടുക്കണ്ട എന്നുള്ളൊരു കാര്യം പലർക്കും അറിയാത്ത കാര്യമാണ് ഇപ്പോഴും. കാർഷിക വരുമാനം കൃഷിക്കാരെ എൻകറേജ് ചെയ്യുന്നതിനും അവരെ കൂടുതലായിട്ട് പുതിയ തലമുറയെ എല്ലൊക്കെ ഈ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. കൃഷിയിൽ നിന്ന് നിങ്ങൾ എത്ര പൈസ ഉണ്ടാക്കിയാലും അതിന് ഇൻകം ടാക്സ് ഇല്ല എന്നുള്ളൊരു ക്ലോസും ഉണ്ട് അല്ലേ? ശരിക്കും എനിക്കത് അറിയത്തില്ലായിരുന്നു. അനിയടെയാണ് അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കിയത്. അപ്പൊ അത്തരത്തില് അത്രയധികം സഹായങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കൃഷിക്കാർക്ക് പല രീതിയിൽ. ഇപ്പൊ കൃഷി വകുപ്പുകൾ വഴിയും സബ്സിഡികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിളകളൊക്കെ നമുക്ക് ഇൻഷുർ ചെയ്യാം. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ഉണ്ട്, നമ്മുടെ അല്ലാതെ ഗവൺമെന്റിന്റെ പദ്ധതി ഉണ്ട്. ഈ പ്ലാന്റുകളെല്ലാം 1 വർഷം ആയിട്ടുള്ളൂ. 1 വർഷം കൊണ്ട് ഇത്രയായി. ഇത്രയായിതാ. അതായത് 1 വർഷം കൊണ്ട് താഴെ നിന്ന് മേളിൽ ഫ്രൂട്ട് ആവുന്നതാണ്.
അത് ശരി. പിന്നെ അതെല്ലാം നമ്മളെ പ്ലാന്റ് മെറ്റീരിയലിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. അത് ശരി. അപ്പൊ ഇത് ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിരിക്കുകയാണ്. അതെ അതെ, എന്നിട്ട് മിസ്റ്റ് കൊടുത്തേക്കുന്നതാണ്. ഇതിന് ഓവർ ചൂടായ പ്രശ്നമുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ ഇതിനകത്ത് ഷീറ്റ് ഗ്രീൻ നെറ്റ് ഇടുന്നുണ്ടായിരുന്നു. വേനൽക്കാലത്ത് ഒരു ഡിസംബർ അവസാനം ആകുമ്പോഴേക്കും നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഗ്രീൻ നെറ്റ് ഇടും. എന്നിട്ട് നമ്മൾ മഴ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ കിട്ടിയപ്പോൾ നമ്മൾ ആ ഗ്രീൻ നെറ്റ് ഈ ആഴ്ച നമ്മളെടുത്ത് മാറ്റിയത്. ഒത്തിരി വെയിലായി കഴിയുമ്പോൾ ഇത് പൊള്ളൽ വരും, മഞ്ഞ കളർ വന്നിട്ട് പൊള്ളൽ വരും. അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രീൻ നെറ്റും കൊടുക്കും. ഡ്രാഗൺ ഫ്രൂട്ട് നല്ലൊരു കൃഷി സംഭവമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങാം. നിരപ്പായ സ്ഥലത്തും പിന്നെ കുന്നിന്റെ മണ്ടയ്ക്കും എവിടെ വേണമെങ്കിലും വെള്ളം കെട്ടി നിൽക്കില്ലാത്ത ഏത് സ്ഥലത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. സ്വന്തം വീട്ടിൽ വേണമെങ്കിലും ടെറസിന്റെ മേളിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. തൈ വേണം ഇവിടെ നിന്ന് വാങ്ങിക്കാം അല്ലെ. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. ലൈവ് കേരള എന്നുള്ള സ്പേസ് ഇല്ലാതെ അടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ യൂട്യൂബ് ചാനൽ കിട്ടും. ഇവരുടെ ടിപ്സ് ആൻഡ് ട്രിക്സും പരിപാടികളും ഇവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റംബൂട്ടാനൊക്കെ നാടൻ റംബൂട്ടാനാ. ഇതിന് മറ്റേ ഇത് കുറവായിരിക്കും, ദശ കുറവായിരിക്കും അല്ലേ? ഇത് നമ്മള് ഇവിടെ ബഡ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് നാടൻ റംബൂട്ടാന്റെ ഇത് ചെയ്തിട്ട് നമ്മള് NIT പോലുള്ള ഇത് ചെയ്യാനാണ്. അപ്പൊ നാടൻ വെറൈറ്റി അതിന് വേണ്ടി നിർത്തിയേക്കുന്നത്. തോട്ടി പോവാം. ആദ്യം നമുക്ക് ഇത് പറിച്ചിട്ട് വരാം. വാട്ടർമെലൺ പറിച്ചിട്ട് വരാം. ഇത് നോക്കുമ്പോ കണ്ടില്ലേ ഇവിടെ ഫുൾ കാട് പിടിച്ച് കിടക്കുന്നു അല്ലേ? പക്ഷെ ഈ കാട്ടിലും ആദായം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇത് റംബൂട്ടാൻ നട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു അങ്ങേ സൈഡിൽ അവക്കാഡോയാണ്. ഇതെല്ലാം പേര നട്ടേക്കുന്ന. അതിന്റെ റംബൂട്ടാന്റെ നടുക്കേക്കട ഇപ്പൊ ചെയ്തേക്കുന്നത് റെഡ് ലേഡി പപ്പായ ചെയ്തിട്ടുണ്ട്. റെഡ് ലേഡി, അതാണ് ഈ റെഡ് ലേഡി പപ്പായ. റെഡ് ലേഡി പപ്പായ ഉണ്ട്, റംബുത്താനുണ്ട്. പിന്നെ ഇത് കാട് വെട്ടാതെ നിക്കുന്നതെന്ന് വെച്ച് ഇതിനകത്തെല്ലാം തണ്ണിമത്തം കിടക്കും. അത് നിങ്ങൾ കാണത്തില്ല. ഇത് കണ്ടോ, ഇതേ കിടക്കുന്നു തണ്ണിമത്തനൊന്ന്. പിന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ടായി വരുന്നു. പിന്നെ ഇവിടെ വേറെ കിടക്കുന്നു. നമ്മൾ അടുത്തൊന്ന് നോക്കിയാൽ ഇവിടെ തണ്ണിമത്തൻ കിടപ്പുണ്ടെന്ന് കാണത്തുള്ളൂ. അതിലേ വാ, കൃഷി കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഫുൾ ഫാമിംഗ് ആണ്. അത് കട്ട് ചെയ്തോ കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യണ ആന്റി കാണിച്ചു തരാം. എവിടെയാ നോക്കട്ടെ. അവിടെയല്ല, ഇവിടെ കട്ട് ചെയ്യും. ഇവിടെ അബിയേ മിക്കവാറും ഒരു കർഷകനായി മാറാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. നല്ല ഭാവിയുണ്ട് കേട്ടോ. നമുക്ക് എൻകറേജ് ചെയ്ത് കൊടുക്കാം. പുതു തലമുറ കൃഷിയിലേക്ക് വഴി മാറട്ടെ. കട്ട് ചെയ്താ? കട്ട് ചെയ്തു. ആയി, അത് എടുത്തോണ്ട് വാ. കയ്യിൽ പിടിക്ക്, വാങ്ങിക്കോട്ടെ. രണ്ട് കൈ കൊണ്ട് പിടിച്ചു. വെയിറ്റ് ഉണ്ടോ? സാരമില്ല, ബാ, കുഴപ്പമില്ല, ബാ. എടുക്കോ? പിടിച്ചോ, ഇങ്ങോട്ട് വാ. പതുക്കെ പിടിച്ചോണ്ട് വന്നാ മതി. വലിയ വെയിറ്റ് ആണോ? നമുക്കിത് കഴുകാം. അവിടെ പോയിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്യാം. ബാ, പറിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നാ പറിച്ചപ്പോ വെയിറ്റ് അത് ബിഗ് അല്ല, സ്മോളാ. ഞങ്ങള് പോയിട്ട് പൂൾ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് തോട്ടിലിറങ്ങിയല്ലോ അല്ലേ? പിന്നെ അല്ല, എന്നാ വേണം ഇനി? ഫിഷ് ഉണ്ടല്ലേ? ഫിഷ് ഉണ്ട്. ഫിഷിനെ പിടിക്കാവോ? പിടിച്ചോ. നീ ഇറങ്ങുന്നില്ലടാ അപ്പ, നീ ഇറങ്ങുന്നില്ലടാ ധ്യാനെ. വന്ന് ഇറങ്ങു, വാ, ഇറങ്ങും ചേട്ടാ. മൾബറി എല്ലാം നിങ്ങൾ തന്നെ ബഡ് ചെയ്തെടുത്ത് സെറ്റ് ആക്കും. കട്ട് ചെയ്ത് റെഡിയാക്കും. പ്ലാവും ഇതൊക്കെ കൊറിയർ ചെയ്യോ? ഇത് എല്ലാം തന്നെ കൊറിയർ ഉള്ളതാ. ഈ തണ്ട് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഡ്രാഗൺ തണ്ട്. അപ്പൊ ഇത് കൊറിയർ ചെയ്യും? ഇതിന് പ്രശ്നമൊന്നുമില്ല കൊറിയർ ചെയ്യുമ്പോൾ? ഒരു കുഴപ്പമില്ല. അതെങ്ങനെ കൊറിയർ ചെയ്യും? ഇത് നമ്മള് ഇതിനുള്ള ബോക്സ് ഉണ്ട്. ഇതിനകത്ത് ബോക്സിലാക്കിയിട്ടാ കൊറിയർ ചെയ്യുന്നത്. ഇതിനകത്തോ? ശരി, ഓക്കെ. ഇവരാണോ അതൊക്കെ ചെയ്യുന്നേ? ചേച്ചിമാരാണ് നമ്മുടെ മെയിൻ ഹെൽപ്പർ. ഹായ് ചേച്ചിമാർ. ഭക്ഷണം കഴിച്ചോ? ഞങ്ങള് കഴിച്ചില്ല. ഞങ്ങൾക്ക് കഴിക്കണം. ഇതൊക്കെ ഇതിനകത്തിട്ട് പാക്ക് ചെയ്തായിരിക്കും. ഇതിന് ചെറിയ നമ്പറുകളൊക്കെ വേണമെങ്കിൽ അതിനകത്ത് പാക്ക് ചെയ്യും. ഒരു 8 എണ്ണമൊക്കെ വരും അതിനകത്ത്. അത് കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള കപ്പ് ബോക്സുകളുണ്ട് നമുക്ക്. പരിപാടി. അപ്പൊ ഇത് നമ്മുടെ ലഞ്ച് ടൈം. നമുക്ക് ഫ്രൈഡ് റൈസ്, പിന്നെ ബീഫ്, ചിക്കൻ, എന്താ ലഞ്ച് പനീർ. അതിനിടയ്ക്ക് ഋഷി തോട്ടിൽ പോയി വീണ്ടും കുളിക്കാനായിട്ട്. എന്നിട്ട് മതിയായില്ല, ഹാപ്പി ആയിട്ടില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്യാനാ? ഹാപ്പി ആവുന്ന എങ്ങനെയാ? അരമണിക്കൂർ കുളിച്ച് ഇനിയും പാടാവുന്നു. അതെന്തോ? അതെന്തോടാ? എന്തൊക്കെയാടാ അതിനകത്തിരിക്കുന്നത്? എവിടെ? പിന്നെ നേരത്തെ മറ്റേ ഗ്യാസ് ഫ്രൂട്ട്. ഇത് വെച്ച് ഞാൻ എന്തോ ചെയ്യും? നമുക്ക് ഇത് കുരു വെക്കാം. ഇതിനകത്ത് 10 കുരുവിന് 1000 രൂപ കിട്ടും. അല്ല സോറി, 200 രൂപ. ഇതിനകത്തൊരു 100 കുരു ഉണ്ടാവും. 2000 രൂപയ്ക്കുള്ള സാധനമുണ്ട്. ഞാൻ തള്ളി മറിച്ചതാ പ്രശ്നം. നമുക്കിത് 50x200. ഓ ഭാഗ്യം, നീ മാച്ച് പഠിക്കാൻ പോയായിരുന്നു. എന്തായാലും ഞാൻ ബോബിറ്റ് പറഞ്ഞ എപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ കാണാൻ സാധിച്ചതിൽ സന്തോഷം. നൈസ് ടു മീറ്റ് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കൃഷി ആൻഡ് യുവർ യൂട്യൂബ് ചാനൽ. താങ്ക് യു സോ മച്ച് ഗൈസ്. സീ യു ഗൈസ്. ഋഷി ഉറങ്ങാൻ പോവാണോ?
ഓക്കെ ഗുഡ് നൈറ്റ്. അബി പതുക്കെ വണ്ടി ഓടിക്കണേ, ഋഷിക്ക് ഉറങ്ങണേ. ശ്വേത നീ അവിടെ ഇരുന്ന് ഗുഡ് നൈറ്റ് ആക്കരുത് കേട്ടോ. നീ അവിടെ ഇരുന്ന് ഉറങ്ങരുത്, ഞാൻ ഉറങ്ങാൻ വേണ്ടി അപ്പൊ നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു, എൻജോയ് ചെയ്തു ഇല്ലടാ. ഋഷിയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഫാമിൽ പോയിട്ടും. ലൈക്ക് ഫാം ഈസ് റിയലി ഗുഡ് തിങ്. എനിക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ ഫാം ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും. എന്തായാലും നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് നാളെ ഒരു സർപ്രൈസ് ഉണ്ട്. സോ വി വിൽ സീ ദാറ്റ് ടുമോറോ ഗൈസ്. അതുവരേക്കും അത് പറയാൻ പറ്റുമോ സർപ്രൈസ് എന്താവാന്നിപ്പോ? ഇല്ലല്ലോ, അത് നാളെ. അത് സർപ്രൈസ്. ഓക്കെ, അപ്പൊ സീ യു ടുമോറോ. ബൈ ബൈ.